എല്ലാ കൂട്ടുകാർക്കും ജാസ്മിൻ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അവിയലുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു അവിയലിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് ഒട്ടും തന്നെ കുഴഞ്ഞിരിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചില സദ്യകളിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ അവിയൽ ഒട്ടും തന്നെ കുഴയാത്ത രീതിയിൽ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ വേർതിരിഞ്ഞ് കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു അവിയൽ. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു അവിയലാണ് കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു സദ്യയിൽ വെച്ചിട്ട് ഒരു ചേച്ചീനെ പരിചയപ്പെട്ടിട്ടാണ് ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. എല്ലാവർക്കും അവിയൽ ഉണ്ടാക്കാൻ അറിയാം. ഈ ഒരു മെത്തേഡിൽ, ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ അവിയൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളൻകിഴങ്ങൊക്കെ നിങ്ങളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീൻസൊക്കെ നേർപകുതി ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള നാളികേരം നമുക്കിവിടെ ഒരു 1.5 മുറി നാളികേരം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ നാളികേരം ആണെങ്കിൽ ഒരു നാളികേരം മുഴുവനായിട്ടുണ്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലരൊന്നും വെളുത്തുള്ളി ആഡ് ചെയ്യില്ല, പക്ഷെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ചെറുള്ളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് എടുക്കുക. ഇപ്പോൾ ഇത് ഇത്തിരി എരിവ് കൂടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ 2 മുളക് മാത്രം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 1 സ്പൂൺ നല്ല ജീരകം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനിതിൽ ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾസ് ഞാൻ വേറെ വേവിച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഈ നാളികേരവും വെജിറ്റബിൾസ് എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 2 തണ്ട് വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിതൊന്ന് അമ്മിയിലിട്ടിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുക. അമ്മിയിൽ അരച്ചെടുത്തിട്ടും ചതച്ചെടുത്തിട്ടും നമ്മൾ എടുക്കുന്ന കറി ആയാലും ചമ്മന്തി ആയി കഴിഞ്ഞാലും അതിനൊരു ടേസ്റ്റ് വേറെ തന്നെ. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഈ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അരഞ്ഞു പോവരുത് നമ്മുടെ നാളികേരം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ ഇതാ ഞാൻ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് നമ്മുടെ നാളികേരം ചേർക്കാം. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് ഞാൻ വേറെ വേവിച്ചിട്ട് എടുത്തിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഈ നാളികേരത്തിൻ്റെ മിക്സിയിൽ കിടന്നിട്ടാണ് നമ്മുടെ ഈ വെജിറ്റബിൾസ് വെന്ത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാളികേരത്തിൻ്റെയും അതുപോലെ തന്നെ ഈ എരിവും എല്ലാം കൂടി ഒന്ന് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ അവിയലിന് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിരുമ്മി എടുക്കണം. ഇനി നമ്മുടെ വെജിറ്റബിൾസ് ഒട്ടും തന്നെ പൊടിയാത്ത രീതിയിൽ നമുക്ക് ഈ നാളികേരം ഇതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലല്ല എങ്കിൽ ഇതേ ടേസ്റ്റിൽ തന്നെ വേറൊരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് കടുക് പൊട്ടിക്കുക. അതിലേക്ക് 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കടുക് പൊട്ടിച്ചതിലേക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് കടുക് താളിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ആ നാളികേരമൊക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മിക്സിയിലെ ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കരുത്, ഒരു 1/4 ഗ്ലാസ് തന്നെ മതിയാവും. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്കിത് അടപ്പത്തേക്ക് മാറ്റാം. ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മളൊരു മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇത് ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, അതിനുള്ള ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒട്ടും തന്നെ പൊടിഞ്ഞിട്ടില്ല, അടിയിലും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇതൊരു പകുതി വേവായതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ ഇതൊരു 5 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി മറിക്കരുത്. ഇതുപോലെ വേണം, പതുക്കെ വേണം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ. ഇനി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല പുളിയുള്ള തൈര് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തത്. പുളി കുറവുള്ള തൈരാണെങ്കിൽ നിങ്ങളൊരു 1/4 കപ്പ് വരെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്യാരറ്റൊന്നും ഒട്ടും തന്നെ വെന്തുടഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്കായ നല്ലപോലെ വെന്ത് തന്നെ വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു അവിയൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ താളിച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിങ്ങൾക്കിത് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചല്ലോ, അത് കുറച്ചും കൂടി കൂട്ടി ഒഴിച്ചിട്ട് അതുപോലെ തന്നെ തൈരും കുറച്ച് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഉടയാതെയും കുഴയാതെയും നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.